ഹലോ, NAOS +2 വിദ്യാർത്ഥികളുടെ ഹോം സയൻസ് ടെക്സ്റ്റില് ചാപ്റ്റർ 10 നമുക്ക് ഫാമിലി റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട് അല്ലേ. അപ്പൊ അതില് നമുക്ക് റിസോഴ്സ് എന്താണ്, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് എന്താണ്, നോൺ ഹ്യൂമൻ റിസോഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് റിസോഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മുടെ ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്തുകയും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളെയാണ് നമ്മൾ വിഭവങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന മാർഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങളെ നമ്മളെ സംതൃപ്തിപ്പെടുത്തുന്ന മാർഗങ്ങളെയാണ് നമ്മൾ വിഭവങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മനുഷ്യ വിഭവങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആ പേരിൽ തന്നെയുണ്ട്, ഒരു വ്യക്തിയുടേതാണ് അതെന്നുള്ളത് നമുക്ക് ആ പേരിൽ തന്നെ ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചില വസ്തുതകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ചില സമ്പത്തുകൾ എന്ന് പറയുന്നത് നമുക്ക് പങ്കിടാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. അത് ആ വ്യക്തിയുടേത് മാത്രമായിരിക്കും. അത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് നമുക്ക് ഉപയോഗിക്കാനോ ഒന്നും പറ്റില്ല. അത്തരത്തിലുള്ള വിഭവങ്ങളെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടേതായിട്ടുള്ള മാത്രം സമ്പത്തിനെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നു. മറ്റൊരു വ്യക്തിക്ക് പങ്കിടാനോ അല്ലെങ്കിൽ മേടിച്ച് ഉപയോഗിക്കാനോ ഷെയർ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ എനർജി, ഊർജം അല്ലെ, നമുക്ക് വേറൊരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. വേറെ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. സമയവും അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് സ്കില്ലുകൾ ഉണ്ടായിരിക്കും നമുക്ക്, അതും. ഈ 3 കാര്യങ്ങളും നമുക്ക് നമ്മുടേത് മാത്രമാണ്. വേറൊരു വ്യക്തിക്ക് ഉപയോഗിക്കാനോ കൊടുക്കണം എന്ന് വിചാരിച്ചാൽ കൊടുക്കാനോ, അയാൾക്ക് എടുക്കണം എന്ന് വിചാരിച്ചാൽ എടുക്കാനോ പറ്റില്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തത് നോൺ ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലെ. അപ്പോ ആദ്യത്തത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്, ഒരു വ്യക്തിയുടേതാണ്. അപ്പൊ രണ്ടാമത്തത് നോൺ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ വ്യക്തിയുടേതല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ചില വിഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്ന വിഭവങ്ങളെയാണ് നമ്മൾ നോൺ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലുള്ള പാർക്കുകൾ, നമ്മുടെ നാട്ടിലുള്ള റോഡിലൂടെ ഓടുന്ന ബസ്, അതുപോലെ തന്നെ ആശുപത്രി, മാർക്കറ്റ്, സ്കൂളുകൾ, ലൈബ്രറി, ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരുപോലെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ നോൺ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, നമുക്ക് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പണം നമുക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ഉപയോഗിക്കുന്ന കാര്യമാണല്ലോ. അതുപോലെ വസ്തു ആയാലും അങ്ങനെ തന്നെയാണ്. ഇത്തരത്തിലുള്ള സോഷ്യലി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ, സൊസൈറ്റിക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, പാർപ്പിടങ്ങൾ, ഇതെല്ലാം അങ്ങനെയാണ്, എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ റിസോഴ്സ് എന്താണെന്നുള്ളത് നോക്കുക. ഹ്യൂമൻ റിസോഴ്സ് എന്താണ്, നോൺ ഹ്യൂമൻ റിസോഴ്സ് എന്താണ്. റിസോഴ്സ് എന്താണ്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ, നമ്മളെ സംതൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ. ഹ്യൂമൻ റിസോഴ്സ് എന്താണ്, ഒരു വ്യക്തിയുടെ മാത്രം കാര്യങ്ങളാണ്. അത് വേറൊരു വ്യക്തിക്ക് ഷെയർ ചെയ്യാനോ ഉപയോഗിക്കാനോ ഒന്നും പറ്റില്ല. സ്കില്ല്, സമയം, എനർജി ഒക്കെ ഉദാഹരണങ്ങളാണ്. അതുപോലെ നോൺ ഹ്യൂമൻ റിസോഴ്സ് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ലൈബ്രറി, മാർക്കറ്റ്, സ്കൂള്, അതുപോലെ ബസ്, റോഡ്, പാർക്ക് എല്ലാം ഉദാഹരണങ്ങളാണ്. പണം, പാർപ്പിടം എല്ലാം നമുക്ക് അതിനുള്ള ഉദാഹരണങ്ങളാണ്. ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വേയിലൂടെ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കാനായിട്ട് നോക്കുക.